ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചു. ആമേൻ, സ്തോത്രം. ആരാധനയെല്ലാം ഏറ്റവും അനുഗ്രഹമായിരുന്നു. കുഞ്ഞുമക്കളെ ദൈവം ഇനിയും സഹായിക്കട്ടെ. ഇനിയും അവരെ ദൈവം ശക്തമായി കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. അതുപോലെ ഇവിടെ നമ്മൾ കേട്ട എല്ലാ കാര്യത്തിന്റെ മേൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ, നോർത്ത് ഇന്ത്യ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവിടുത്തെ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളെ നടത്തുന്നു എന്ന് വിശ്വാസമുള്ളവർ എത്ര പേര് ഇതിനകത്തുണ്ട്? കർത്താവ് നമ്മെ നടത്തുന്നു എന്നുള്ള വിശ്വാസമുള്ളവർ ആമേൻ. ഇന്ന് രാത്രികാലം സ്തോത്രം, ദൈവം നമ്മളോട് കൂടേണ്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ചിറകടിയിൽ കർത്താവ് ഞങ്ങളെ മറച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിയുമെങ്കിൽ ആമേൻ വീഡിയോ എല്ലാം ഓൺ ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുത്തതിന് ശേഷം തുടർന്ന് വചനത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സമയമായും തോന്നുന്നു, എങ്കിലും ഒത്തിരി നീട്ടിക്കൊണ്ട് പോകത്തില്ല. പെട്ടെന്ന് തന്നെ കർത്താവ് ഏൽപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഇടയാക്കിരട്ടെ. എന്നെ നടത്തും ആ പൊന്നുകാരാമോ നാളിലും കൂറുകേട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകാരാമോ നാളിലും കൂറുകേട്ടില്ല. നിൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. നിൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. അല്ലേ ആ ഭുജബലത്താ നടത്തിയതാ. അല്ലേ ആ ഇമ്പസ്വരത്താ ഇന്ന് രാത്രികാലം ആമേൻ, സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആമേൻ, നമ്മുടെ കുടുംബത്തിൽ എണ്ണത്തിൽ പോലും കുറയാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ച വൻ കൃപകൾക്കായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരു വചനം വായിച്ച് ആമേൻ തുടർന്നുള്ള ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ആമേൻ. ഇവിടെ നമ്മള് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ പ്രാപിക്കുന്നു. ഇതിനകത്ത് വലിയൊരു ആത്മമർമ്മമുണ്ട്. ആമേൻ. ഈ പലപ്പോഴായി ഈ മഴ എന്ന് പറയുന്നത് അഭിഷേകമാണ്. ആമേൻ. വെള്ളം, മഴ, എണ്ണ, ഇതെല്ലാം ബൈബിൾ പരമായ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അഭിഷേകത്തെ കുറിക്കുന്നു. വെള്ളം, എണ്ണ, ഇങ്ങനെയൊക്കെയുള്ള രണ്ട് കാര്യങ്ങൾ, തീ, ഇതെല്ലാം അഭിഷേകത്തെയാണ് കുറിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ, ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഇതിനകത്തിരിക്കുന്നവർ എത്ര പേർ അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ കർത്താവിനെ അല്ലെങ്കിൽ നമ്മളായിരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും കർത്താവിനെ അറിഞ്ഞു, വിശ്വസിച്ചു, സ്നാനമേറ്റു, അവനെ കൈക്കൊണ്ട് സ്വീകരിച്ചു. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമേൻ, നല്ല ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്നാണ്. ഇന്ന് ലിസ സിസ്റ്റർ ഈ വചനത്തോടനുബന്ധിച്ചാണ് സംസാരിക്കുക ഉണ്ടായത്, അല്ലെ? നല്ല ഫലം, ആമേൻ, നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ
അല്ലെങ്കിൽ കർത്താവിന്റെ ആ 9 ഫലം അല്ലെ നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ എന്നെ തന്നെ എടുക്കുകയാണ്. ഇവിടെ നിങ്ങളെ തന്നെ എടുക്കുകയാണ്. പലപ്പോഴായി നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പെയ്ത മഴ നമ്മൾ പലപ്പോഴും ഈ ആത്മമാരി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും കുടിക്കുന്നുണ്ട്. ആമേൻ. കുടിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ഭൂമികളെ വിളയിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ നനഞ്ഞ നമ്മുടെ ശരീരം പലപ്പോഴും നേരത്തെ പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടോ ലിസ സിസ്റ്ററെ. തളർത്താനും ആമേൻ നമ്മളെ കളിയാക്കുന്നവരും അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. പിശാചിന് നമ്മുടെ പ്രാർത്ഥനയുടെ ആമേൻ ആ പ്രാർത്ഥനയുടെ തീഷ്ണത എത്രയാണെന്ന് പിശാചിന് നല്ലോണം അറിയാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവൻ തകർക്കാൻ നോക്കും. നമ്മുടെ ഹൃദയം തകർന്നു കഴിഞ്ഞാൽ, നമ്മുടെ മാനസിക നില തളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, നമ്മൾ പാടില്ല, ആരാധിക്കത്തില്ല, ബൈബിൾ വായിക്കത്തില്ല എന്നൊക്കെ പിശാചിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മളെ തളർത്തിക്കളഞ്ഞിരുന്നാലും ആമേൻ ഞാനും നിങ്ങളും ഒരു ദിവസം എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. ആമേൻ. ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അനുഭവങ്ങൾ അല്ലെ, പലപ്പോഴും നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറവോടെ നമ്മുടെ ശക്തിയോടെ നമ്മുടെ മേൽ വരുന്നു, ആ പരിശുദ്ധാത്മാവിന്റെ തരുന്ന ആത്മീയമായ മന്ന നമ്മൾ കുടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിനകത്തുള്ളത്. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടോ? ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ്. ആമേൻ. എനിക്ക് പറയുവാനോ പുകഴുവാനോ ഒന്നുമില്ല. ആമേൻ. ഞാൻ ഇന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആമേൻ. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കണം. ആമേൻ. ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഒരിക്കലും നമ്മളെ തകർക്കുന്നതല്ല. ആമേൻ. ശദ്രക മേശക അബേദ്നെഗോവിനോട് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ആമേൻ, അവർ കർത്താവിൽ അർപ്പിച്ച വിശ്വാസം അല്ലെ. ആമേൻ. ഇവിടെ നേരത്തെ ലിസ സിസ്റ്റർ പ്രാർത്ഥിച്ചും പറഞ്ഞ നമ്മുടെ മണവാളൻ വരുമ്പോൾ നമ്മൾ വിശ്വാസം അല്ലെ, നമ്മുടെ വിശ്വാസം കണ്ടെത്തുമോ? ഇവിടെ നോക്കണം, ഈ 3 ബാലന്മാരോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ 3 ബാലന്മാർ കർത്താവിൽ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം മുഖാന്തരം ആമേൻ ആ തീച്ചൂളയ്ക്കൂടെ അകത്ത് കടന്നു പോയിട്ടും ആ തീയുടെ ബലം കെടുത്തി കർത്താവ് അവിടെ ഇറങ്ങി വന്നു ഈ 3 ബാലന്മാരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ചില ആമേൻ അതിനകത്തു നിന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില തീച്ചൂളയ്ക്കകത്തുകൂടെ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് കടത്തിവിടുന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം, ആമേൻ, നീ പൊന്നുപോലെ പുറത്തു വരാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മ ശക്തമായി നിങ്ങളോട് ഇടപെടുന്നു. ആമേൻ. ചില ശോധനയിൽ കൂടി, ചില പ്രതിസന്ധിയിൽ കൂടി, ചില വേദനയിൽ കൂടി, ചില ഘട്ടങ്ങളിൽ കൂടി എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് കടത്തിവിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. കാരണം നീ ദൈവത്തിന്റെ കൈക്കിണങ്ങുന്ന ആയുധമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, നിന്നെ തിളങ്ങുന്ന ഒരു മുത്താക്കി മാറ്റുവാൻ ആമേൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, തീയിൽ ഇട്ടാൽ വെന്തു പോകില്ല എന്ന് ഉറപ്പുള്ളതിനെ മാത്രമേ എന്റെ ദൈവം തീക്കകത്ത് കയറ്റാറുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് തീക്കകത്തൂടെ കടന്നു പോയവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഹല്ലേലൂയ, നീ നിൽക്കും. ആമേൻ. നീ ആ പ്രതിസന്ധിയെ മറികടക്കും. ആമേൻ. നീ ആ തീ നിന്നെ തൊടത്തില്ല എന്ന് ആ കർത്താവിന് നിന്നെ കുറിച്ച് നല്ല ബോധമുള്ളത് കൊണ്ടാണ് നീ ചില തീക്കകത്തൂടെ കടന്നു പോകാനിടയായി തീർന്നത്, ചില വേദനയിൽ കൂടെ കടന്നു പോകാനിടയായി തീർന്നത്, ചില പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകാനിടയായി തീർന്നത്. ആമേൻ. ഹല്ലേലൂയ. ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ, ആമേൻ, തലമുറകളോടുള്ള ബന്ധത്തിലോ, ആമേൻ, ആത്മീയതയോടുള്ള ബന്ധത്തിലോ, ആമേൻ, ഏതെങ്കിലും തരത്തിൽ ഞാനും നിങ്ങളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ആ പ്രതിസന്ധികൾ നിന്നെ ജീവിതത്തെ, ആമേൻ, അടുത്തൊരു മേഖലയിലേക്ക് നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നു, പലപ്പോഴായി ആമേൻ പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ, കണ്ടോ, നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ കൈക്കിണങ്ങുന്ന, ആമേൻ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നാണ്, നമ്മളിൽ നിന്ന് നല്ല ഫലം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം, കണ്ടോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയണമെങ്കിൽ കർത്താവ് പറയുന്നത് ഞാനും നിങ്ങൾ അനുസരിക്കാൻ വില്ലിങ് ആയിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാമോ? ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ കർത്താവ് നമ്മളോട് എന്ത് പറയുന്നുവോ അത് അനുസരിപ്പാനുള്ള ഒരു ദൈവകൃപ, ആമേൻ, ആ അനുസരണത്തിന്റെ ആത്മാവ് നമ്മളിൽ മേൽ വസിക്കണം. അബ്രഹാം സകലത്തിലും അനുസരണമുള്ളവനായതുകൊണ്ട് ആമേൻ അത് നീതിയായി കണക്കിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കേൾക്കുന്ന വചനത്തിന്റെ ആഴമേറിയ അനുഭവങ്ങൾ, വചനത്തിന്റെ ഈ പെരുമഴ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആമേൻ, നമ്മളെ, ആമേൻ, സ്തോത്രം, ഇത് നനയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ ആത്മാവിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന്, ആമേൻ, സ്തോത്രം, നമ്മളെ ജീവിതത്തിനകത്ത് കയറി വരുന്ന ഈ മഴ, അല്ലെങ്കിൽ ആത്മാവിന്റെ മഴ നമ്മുടെ ജീവിതത്തെ, ആമേൻ, നനപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ, ആമേൻ, ആത്മാവിൽ നിന്ന് പുതിയത് കർത്താവ് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അഹിതമായ സസ്യാദികളെ, ആമേൻ, നമ്മളിൽ നിന്ന് വിളയിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണ്? ആമേൻ, ദൈവത്തിന്റെ ആലോചന എന്താണ് എന്നുള്ളത്, ആമേൻ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് എന്തിനാണെന്നുള്ളത്, ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിട്ട് കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പൂർണ്ണമായിട്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കും. നിന്ദകൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പട്ടിണി വരും, ആമേൻ, രോഗം വരും, കടബാധ്യത വരും, ആമേൻ, ഇവിടെയെല്ലാം പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മളെ സഹായിക്കേണ്ടവർ പോലും, ആമേൻ, സഹായിക്കാതെ ഒന്ന് കൈത്താങ്ങി കൊണ്ടുവരാൻ പോലും, ആമേൻ, പറ്റാതെ വണ്ണം അവർ പലപ്പോഴും മാറിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കണം, ഹല്ലേലൂയ, എന്റെ വളർച്ചയിൽ, ആമേൻ, ആരും മഹത്വം എടുക്കരുതെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ. കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവമക്കൾ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വളർച്ചയിൽ, ആമേൻ, ഒരു മനുഷ്യനും മഹത്വം എടുക്കരുതെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഒരു കൈത്താങ്ങിന്, അല്ലെ, നമ്മളെ ഞാൻ ഇങ്ങനെ ആത്മാവിൽ പറയും, ആമേൻ, സ്തോത്രം, നശിപ്പിക്കുന്നവൻ എന്തുവാ, ഒരു വൃക്ഷത്തെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എടുക്കാം, ഞാൻ ഒരു വൃക്ഷമാണ്, വളർന്നു വരുന്ന ഒരു വൃക്ഷമാണ്. എന്നിലൊരു ശുശ്രൂഷ കണ്ടു കഴിഞ്ഞാൽ അതിനെ തളർത്തി, വെട്ടി, കുത്തി, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, സ്തോത്രം, ഇല്ലാതാക്കുന്നതല്ല സഭ. സഭ എന്ന് പറയുന്നത്, ആമേൻ, ഒരുവനിൽ ഒരു കൃപാവരം ഉണ്ടെങ്കിൽ ആ കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ അവനെ കൈത്താങ്ങുന്നതാണ് സഭ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പഠിത്തവും അങ്ങനെ തന്നെയായിരുന്നു. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലും, ആമേൻ, ശിഷ്യന്മാരോട് പറഞ്ഞതുമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സഭ എന്ന് പറയുന്നത്, ആമേൻ, ഒരുവൻ വീണ് കിടക്കുമ്പോൾ അവനെ അവിടെ ഇട്ട് കുത്തി വെട്ടി, ആമേൻ, അവനെ അവിടെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതല്ല സഭ. സഭ എന്ന് പറയുന്നത്, ആമേൻ, ഒരുവൻ വീണു പോയാൽ, ഒരുവൻ, ഹല്ലേലൂയ, ആമേൻ, 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 അവന് ഒരു കൈത്താങ്ങുമില്ലാതെ, ആമേൻ, അവൻ പ്രയാസത്തിലായിപ്പോയാൽ, അവൻ ശുശ്രൂഷയിൽ ഒന്ന് വീണു പോയാൽ അവനെ കൈത്താങ്ങി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നവനാണ് ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ മേൽ പലപ്പോഴും വചനങ്ങളുണ്ട്, ആമേൻ, നമുക്ക് ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, വചനമാണ് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ കൂടി, പ്രതിഘട്ടങ്ങളിൽ കൂടി, ആപത്തിൽ കൂടി, കണ്ണുനീരിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെയാണ് നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുന്നത്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. ആമേൻ. നമ്മുടെ മേൽ ഈ പകരുന്ന അഭിഷേകം, ആമേൻ, ഈ പകരുന്ന അഭിഷേകത്തിന് ഒരു വിലയുണ്ട് കേട്ടോ. ആമേൻ. നമ്മുടെ മേൽ കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകത്തിന് ഒരു വിലയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും, ആമേൻ, ഒന്നും അറിഞ്ഞുകൂടാതെ നടക്കുന്നവൻ എടുത്തു കൊടുക്കുന്നതല്ല അഭിഷേകം. ആമേൻ. ദൈവസന്നിധിയിൽ ഇരുന്ന് കാത്തിരുന്ന് ശക്തിയോടെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രാപിക്കുന്നവന്, ആമേൻ, അവൻ ഇരട്ടി പങ്ക് അഭിഷേകം കൊടുക്കാനിടയായിത്തീരും. ഇവിടെ നോക്കണമേ, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ. അതിനു മുമ്പായിട്ട് ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹം എന്തുവാണ്? ഈ നല്ല രീതിയിലുള്ള സസ്യാദികൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഇരിക്കും. അല്ലാഞ്ഞാലോ നോക്കണമേ, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. അപ്പോ ഞാൻ നോക്കട്ടെ, അതിനെ ചുട്ടുകളയ അത്രേ അതിന്റെ അവസാനം.
ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്നത്തെ നമ്മുടെ ആമേൻ പെന്തക്കോസ്ത് സമൂഹത്തില് ആമേൻ ഒത്തിരി ആമേൻ എന്തോ പറയുന്ന കർത്താവിനെ വിറ്റ്, ഞാൻ ഇങ്ങനെ പറയാം, കർത്താവിനെ വിറ്റ് തിന്നുന്ന അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തുള്ളത്. അത് കാണുമ്പോൾ ഒത്തിരി പ്രയാസമുണ്ട്. ആമേൻ സുത്രം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവിന്റെ വരവിനോടടുത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്നു. ആമേൻ, അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവിന്റെ വലിയ ഉദ്ദേശം. ഇവിടെ നോക്കണമേ, നമ്മളിൽ നിന്ന് മുള്ളും ഞെരിഞ്ഞിലും മുളയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അസൂയ, അല്ലെ? അസൂയ. ആരെങ്കിലും ഒരു വ്യക്തി ഒരു ശുശ്രൂഷയിൽ കയറി വന്നാൽ ഉടനെ അസൂയപ്പെടും, അല്ലെ? ഉടനെ അവനെ ചവിട്ടി താക്കും. അവനെ എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ആമേൻ വേദനിപ്പിക്കാൻ പറ്റുമോ, ആമേൻ ആ വ്യക്തിയെ എങ്ങനെയെല്ലാം ചവിട്ടി താഴ്ക്കാൻ പറ്റുമോ, അതുപോലെ എല്ലാം ആമേൻ സ്തോത്രം ആ വ്യക്തിയെ ആമേൻ കൊള്ളരുതാത്തവളാക്കി ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാട്ടി അവനെ ഇല്ലാതാക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും ക്രിസ്ത്യ അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആമേൻ, ഇത് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാല് എന്റെ ജീവിതത്തിൽ അതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ശുശ്രൂഷയുടെ മുഖത്ത് കയറി വന്ന സമയത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്നെ ആമേൻ എന്റെ ആത്മീയ പിതാവ് തന്നെ ആമേൻ സ്തോത്രം ചവിട്ടി തേച്ച നിലയിൽ ആമേൻ എന്നെ അപമാനപ്പെടുത്തി, എന്നെ ഹല്ലേലൂയ ആമേൻ എന്നെ ഒത്തിരി ഒത്തിരി അപമാനപ്പെടുത്തി, നിന്ദിക്കപ്പെട്ട്, എന്നെ ഒറ്റപ്പെടുത്തി, ആമേൻ ആനെ ഭ്രാന്തി എന്ന് വരെ പറഞ്ഞ്, എന്നെ ഊളംപാറയെ കൊണ്ടിടണമെന്ന് പറഞ്ഞ്, ഇവക്ക് ഭൂതമാണെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം എന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഹല്ലേലൂയ ദൈവം അനേകിടങ്ങളിൽ പോയി ശുശ്രൂഷിക്കാൻ എന്റെ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അനേക സഹോദരിമാരെ കൈത്താങ്ങി എഴുന്നേൽപ്പിക്കാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ തന്നിരിക്കുന്നു. ആമേൻ, അനേകരെ ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തന്നിരിക്കുന്നു. ആമേൻ, ഒരുവൻ അഭിഷേകം കൊടുക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു സംഘടനയല്ല. ആമേൻ, എന്റെ സ്വർഗത്തിലെ അപ്പനാണ് ഒരു വ്യക്തിക്ക് ആമേൻ അഭിഷേകം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക, സംഘടനയ്ക്ക് വേണ്ടി നിന്നാൽ സംഘടനയ്ക്ക് വേണ്ടി മാത്രമേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ഞാനും നീയും യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ എന്റെ യേശു നമ്മളെ വളർത്തും, എന്റെ യേശു നമ്മളെ ഉയർത്തും, എന്റെ യേശു നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വീണ്ടും വീണ്ടും ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി നമ്മുടെ മേൽ വരണമെങ്കിൽ ആ കർത്താവ് നമ്മളോട് എന്ത് പറയുന്നുവോ അത് നമ്മൾ അനുസരിക്കാനിടയായി തീരുക. ശബലഗഡഗരഗസ്യാന്തര. ഇന്ന് രാത്രി ആമേ ചില നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ചിലരുടെ മേൽ ചില നിയോഗങ്ങളെ കൈമാറുന്നു. ചില ശുശ്രൂഷയുടെ മേഖലകൾ ഇന്ന് രാത്രികാലം ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത് ഓപ്പൺ ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ആമേ, ചിലരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എലിസബത്ത് ആന്റി, ഇന്ന് രാത്രി ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്തതല്ല, അത് നിങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥനയിൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ചതാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണോ ആന്റി സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നത് നിങ്ങളെ പ്രാർത്ഥന മനുഷ്യനാക്കി മാറ്റി, നിങ്ങളെ പ്രാർത്ഥന വീരയാക്കി മാറ്റി. നിങ്ങളുടെ അന്യഭാഷ ആമേൻ ശത്രുവിനെ തകർക്കുന്ന അന്യഭാഷയാ. ആമേൻ, നിങ്ങളുടെ അന്യഭാഷ കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ദൈവസാന്നിധ്യം എന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കരം ഇന്ന് രാത്രി ചിലരുടെ മേൽ വീടുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ തീ വീഴുകയാണ്. ലിബന ഘടക രഹസ്യ റബഠാന ഘടക രഹസ്യ അർത്ഥല ജഗൽ ഘടക രഹസ്യാന്തരവൗഡശ. ആമേൻ, ഹല്ലേലൂയ. ദൈവഭക്തന്മാരോട് ചോദിച്ചാൽ, ആമേൻ കർത്താവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ, ആമേൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആമേൻ പൗലോസിനോട് ചോദിച്ചാൽ പറയൂ, ആമേൻ ജാതികളെ തകർക്കുവാൻ, ആമേൻ ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, ആമേൻ കർത്താവിനെ ആരാധിക്കുന്ന സഭയെയും മുടിക്കുവാൻ തക്കവണ്ണം അധികാരപത്രം വാങ്ങിച്ച് ഇറങ്ങിത്തിരിച്ചവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാക്ഷ്യമാക്കി
നിർത്തിയെങ്കിൽ ജാതികളോടും പട്ടണങ്ങളോടും രാജാക്കന്മാരോടും സുവിശേഷം അറിയിപ്പാൻ ഹല്ലേലൂയ ശൗലിനെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രികാലം അതുപോലുള്ള വിളി എന്റെ നിങ്ങളുടെ മേൽ കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരോട് ആമേൻ സുവിശേഷം അറിയിപ്പാൻ ഹല്ലേലൂയ എന്റെ മേൽ നിങ്ങളുടെ മേൽ കർത്താവ് ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഇന്ന് രാത്രികാലം ചിലതിന്റെ മേൽ ചില കൈമാറ്റങ്ങൾ ഇതിനകത്ത് നടക്കുക. ലിസ സിസ്റ്റർ, നിങ്ങളുടെ മേൽ ഒരു ചില കൈമാറ്റം നടക്കുകയാ. ജോയ്സ് ഷാലോം, നിങ്ങളുടെ മേൽ ഒരു കൈമാറ്റം നടക്കുകയാ. ഒരു പ്രത്യേകമായ കൈമാറ്റം, ഒരു ചില അഭിഷേകത്തിന്റെ ആ കൈമാറ്റം ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. അടകൾ ജനാദര ഘടകസി അസ്തര ജഗൽ കമന ഘടകരകസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാബിന്റെ രഥത്തിന്റെ മുമ്പേ ഓടുവാൻ തക്കവണ്ണം ഏലിയാവിന്റെ കാലുകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ബലം കൊടുത്തു. ഇന്ന് രാത്രികാലം ചില പ്രതിസന്ധികളുടെ മുമ്പേ കയറി ഓടുവാൻ നിന്റെ കാലുകളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാ. ലിസ സിസ്റ്റർ, നിങ്ങളുടെ കാലുകളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാ. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ, ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ആ ശക്തി ഇറങ്ങുക. ചിലതിന്റെ മുമ്പേ കയറി ഓടുവാൻ, ചിലതിന്റെ മുമ്പേ ഹല്ലേലൂയ കയറി ഓടുവാൻ, ഹല്ലേലൂയ പ്രതിസന്ധികളുടെ മീതെ ഓടുവാൻ, പ്രയാസത്തിന്റെ മീതെ ഓടുവാൻ, ഹല്ലേലൂയ എല്ലാ കഷ്ടങ്ങളുടെ മുമ്പേ കയറി ഓടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം നിങ്ങളുടെ കാലുകളിൽ ഒരു അഭിഷേകത്തിന്റെ കരം, ഒരു അഭിഷേകത്തിന്റെ തീ ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ ഈ ജനങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. കർത്താവെ, പലപ്പോഴായി പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി തന്റെ കൃഷിക്കാരന് നല്ല വിളവ് കൊടുക്കുന്നെങ്കിൽ അതിന്റെ മേലൊരു അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ കൃഷിക്കാരന് നീ നല്ല വിളവാണ് കൊടുക്കുന്നെങ്കിൽ നിന്റെ മേലെ കർത്താവിന്റെ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവ് തോട്ടക്കാരനാ, എന്റെ കർത്താവ് തോട്ടക്കാരനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃഷി ചെയ്യുന്ന കൃഷിയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കൃഷികളാണ്. കർത്താവ് നമ്മളെ തോട്ടക്കാരനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ആ കൃഷിക്കാരന് നമ്മളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കാൻ എന്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനും നിങ്ങൾ നല്ല ഫലമാണ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. ആ ദൈവത്തിന്റെ വിളി നമ്മുടെ മേലുണ്ട്. ദൈവമാണോ നിന്നെ വിളിച്ചിറക്കിയത്? ഒരു നാൾ ലജ്ജിച്ചു പോകാൻ എന്റെ കർത്താവ് നിന്നെ അനുവദിക്കത്തില്ല കേട്ടോ. നീ എവിടെ പരാജയപ്പെട്ടോ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ അപമാനിക്കപ്പെട്ടോ, അവിടെ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ചിലതിന്റെ മേൽ വെളിപ്പെട്ടു വരികയാ. ഷാബാന ഹദരമന ഘടകരക സിയാറവ ശന്തലാ ജഗൽകമന ഘടകസി ചൂടബാല ഘടകസ്യാന്തര. നീ ഒരിക്കലും തകർന്നു പോകത്തില്ല, നീ ഒരിക്കലും വീണു പോകത്തില്ല. വീണ് കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ എന്റെ ദൈവം നിന്റെ തലയെ ഉയർത്തും. വീണ് കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ എന്റെ ദൈവം നിന്റെ തലയെ ഉയർത്തും കേട്ടോ. ശത്രുക്കളുടെ മുമ്പേ മേശ ഒരുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിറങ്ങുകയാ. ഷാബാല ഘടകസ്യാന്തര നിന്റെ അഭിഷേകത്തെ തടയാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല കേട്ടോ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ മൂടി വെക്കാൻ പലരും ശ്രമിച്ചു. ഇന്ന് രാത്രി ചിലരോട് ഇടപെടുകയാ. നിന്റെ അഭിഷേകത്തെ മൂടി വയ്ക്കുവാൻ, നിന്റെ അഭിഷേകത്തെ കുഴിച്ചിടുവാൻ പലരും ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാ. ഒരുത്തനും നിന്റെ മേൽ കർത്താവിട്ട അഭിഷേകത്തെ മൂടിക്കളയാൻ കഴിയത്തില്ല. യെസ് കർത്താവേ, ഞാനും അത് വിശ്വസിക്കുന്നപ്പ. കർത്താവ് നീ എന്നോട് സംസാരിക്കുന്നതിനായി നന്ദി. കൃപകളെ, കൃപാവരങ്ങളെ മൂടിപ്പൊതിഞ്ഞ് ഒരിക്കലും നീ പുറത്തു വരരുതെന്നും പറഞ്ഞ് രണ്ട് ചങ്ങലകളാൽ പത്രോസിനെ ബന്ധിച്ച് അവരെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ അടച്ചിട്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് കാരാഗ്രഹവും ദൈവത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടും. ഏത് അടഞ്ഞ വാതിലും സ്വർഗത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടും.
റിബല കച്ചല പ്രവാസി കലബറബ. ഓ നമ്മുടെ ആമേൻ, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ചില പൂട്ടുകളെ പൊളിക്കുന്നതാ. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ചില വാതിലുകളെ തുറക്കുന്നതാ. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ആമേൻ ചില പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിച്ചു പുറത്തു എടുക്കുന്നതാ. ഓ ഷിഖല ബറകച്ചല റബ റിമ ശഖല പ്രൗഡസിയാൻചല. മൂടി വെക്കാൻ കഴിയത്തില്ല ലിസ സിസ്റ്ററെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ മൂടി വെക്കാൻ കഴിയത്തില്ല കേട്ടോ. ആമേൻ സ്തോത്രം. എവിടെയൊക്കെ ഒതുക്കപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാ, എഴുന്നേൽപ്പിക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു ആമേൻ സ്തോത്രം, നീ ഒന്ന് എഴുന്നേൽക്കുക. ലബന ഷൈഡൽ ബറാസ ഖാനിയ റബഷാതുലി അഡഗ ജനാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സിന്ധു സിസ്റ്ററെ, പരിശുദ്ധാത്മ പറയുന്നു ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നീ ഇപ്പോൾ അനുഭവിക്കുന്നതുണ്ടല്ലോ ആമേൻ, നിന്റെ വിളിയോടുള്ള ബന്ധത്തെ അനുഭവപ്പെട്ടാണ് നീ ചിലത് അനുഭവിക്കുന്നത്. നിന്റെ വിളിയോടുള്ള ചില മേഖലകളുണ്ടല്ലോ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിളിയോടുള്ള ബന്ധത്തിൽ നീ ഇന്ന് രാത്രികാലം ചിലത് അനുഭവിക്കുന്നത് ആ വിളിയോടുള്ള ബന്ധത്തിന്റെ അനുഭവത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല സിന്ധുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നെ തീക്കകത്ത് ദൈവമിട്ട് പണിതെടുത്തെങ്കിൽ നീ ഒരു കാലത്തും ആമേൻ ഒരുത്തന്റെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനെ ആമേൻ സ്തോത്രം, മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവളെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം വിടത്തില്ല കേട്ടോ. ദൈവത്തിന്റെ മുമ്പിൽ ആമേൻ ആമേൻ കൈ നീട്ടുന്നവളെ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും ചില മേഖലകളിൽ കർത്താവ് നമ്മളെ കടത്തിവിടുന്നില്ലേ. എന്റെയും നിങ്ങളുടെയും മേൽ കിടക്കുന്ന വിളി വലുതായതുകൊണ്ട് ആ വിളിയോടുള്ള ബന്ധത്തിലാണ് ഞാനും നിങ്ങളും ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിനെ വിളിച്ചു അല്ലേ ശൗൽ. ആമേൻ. ശൗൽ എങ്ങനെ പൗലോസായി നമുക്കറിയാം. ശൗലിന്റെ മേൽ കിടന്ന അഭിഷേകം രാജകീയമായ അഭിഷേകമായിരുന്നു. രാജ്യങ്ങളോടും രാജാക്കന്മാരോടും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണമുള്ള നിലവാരത്തിൽ ഒരു വലിയ വിളി അവന്റെ മേൽ കിടന്നത് കൊണ്ട് അവൻ ഹല്ലേലൂയ ആ കർത്താവിന്റെ വിളി അവൻ തിരിച്ചറിഞ്ഞു. ആമേൻ. യേശുവിന്റെ ജനത്തെ അല്ലെങ്കിൽ ഹല്ലേലൂയ സഭയെ മുടിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി തിരിച്ചവൻ ഹല്ലേലൂയ ഒരു വെളിച്ചം മിന്നിയപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പിന്നത്തേതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ പൗലോസിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഞെരുക്കം, ആമേൻ സ്തോത്രം, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ, ആമേൻ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ കുഞ്ഞേ നിന്നെ തളർത്തി കളയത്തില്ല. നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഒരു പിശാചിനും നിന്നെ നിന്റെ തലമുറയും വിട്ടുകൊടുക്കത്തില്ല. ഒരു ദുഷ്ടനും ഹല്ലേലൂയ നിന്നെയും നിന്റെ കുടുംബത്തെയും എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ പിശാച് നമ്മളെ കുടുംബത്തെ തകർക്കുവാൻ, അവൻ നമ്മുടെ സമാധാനത്തെ തകർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം, അവന്റെ എല്ലാ പദ്ധതികളും ഞങ്ങൾ ഒരുമിച്ച് സഭയായി അതിനെ വെട്ടിപ്പൊളിക്കുന്ന രാത്രികാലം കർത്താവേ അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇതിനകത്ത് അടിക്കട്ടെ. അപ്പച്ചാ ദൈവശക്തി ഇതിനകത്ത് വീഴട്ടെ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പ്രതികൂലങ്ങൾ കൊണ്ടിടുമ്പോൾ ആമേൻ അവൻ പ്രാർത്ഥനയിൽ ജയിപ്പാനിടയായി തീരും. പ്രാർത്ഥന കൊണ്ട് അവൾ അതിനെ ജയിക്കുവാനിടയായി തീരും. ഏത് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരുന്നാലും, ഏത് പ്രതിഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ എന്റെ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന കഷ്ടം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുള്ളൂ. ആമേ ചില കഷ്ടത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ കർത്താവിന് അറിയാം ആമേ നിന്റെ ഹൃദയം
ഹല്ലേലൂയ നിൽക്കും. അല്ലെങ്കിൽ നീ കഷ്ടത്തിൽ കൂടി കടന്നു പോയാൽ ആമേൻ സ്തോത്രം നീ നിലനിൽക്കുമെന്ന് ആമേൻ. നമുക്ക് സഹിക്കാവുന്ന പരീക്ഷ അല്ലെ, നമുക്ക് സഹിക്കാവുന്ന വേദന മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. അതിനേക്കാൾ അപ്പുറമായി എന്റെ അപ്പൻ എത്രയോ വേദന സഹിച്ചു സഹോദരങ്ങളെ. ആ മൂന്നാണികളാൽ തന്റെ കരം തന്റെ ആമേൻ കാലുകളിലൊക്കെയും അടിച്ചിറക്കിയപ്പോൾ ആമേൻ തലയിൽ മുൾമുടി ചൂടി ആ മുള്ള് കണ്ണിന്റെ അകത്ത് കയറി ആമേൻ ശരീരം മൊത്തവും ഹല്ലേലൂയ ചാട്ടവാറടി കൊണ്ട് ആ അപ്പന്റെ ശരീരത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ഓരോ ഭാഗത്തു നിന്ന് ആമേൻ ആ ശരീരം ഇങ്ങനെ പിഞ്ചു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഇന്ന് രാത്രികാലം അതുപോലുള്ള അവസ്ഥകളൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അതുപോലുള്ള ഒരവസ്ഥയും വേദനയും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. ഓർത്തിടുമ്പോൾ അത്ഭുതമാണേ, ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. ചവിട്ടി തേക്കുന്നവരുടെ മുമ്പിൽ ആമേൻ സ്തോത്രം നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ആമേൻ നമ്മളെ ആമേൻ സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ മുറ്റുമായി മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം തിരിച്ചറിയാതെ പോയി ആമേൻ പലപ്പോഴും നമ്മളിൽ ഇരിക്കുന്ന അഭിഷേകം എന്താണെന്നും നമ്മുടെ മേൽ കർത്താവ് തന്നിരിക്കുന്ന കൃപകൾ എന്താണെന്നും പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, ആമേൻ തള്ളിക്കളയുന്നവർ തള്ളിക്കളഞ്ഞോട്ടെ. ആമേൻ സ്തോത്രം. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും കുഞ്ഞെ നിന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെയും എന്റെ ദൈവം പരിപാലിച്ചിരിക്കും. ആമേൻ. അക്കരെ നാട്ടിൽ അവൻ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൻ നമ്മളെ അവിടെ എത്തിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ജനിക്കുന്ന വർഷമായി മാറട്ടെ ഈ വർഷം. നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പലതും ആമേൻ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങൾ കൊണ്ടിട്ട് ആമേൻ പ്രയാസങ്ങൾ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ ആമേൻ നിന്നെ കെട്ടിയിട്ട അനുഭവങ്ങൾ ഇന്ന് രാത്രികാലം ഉടയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ജോയ് സിസ്റ്ററെ, പരിശുദ്ധാത്മ പറയുന്നു, എവിടെയൊക്കെ നീ നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെ നീ അപമാനിക്കപ്പെട്ടു, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട കേട്ടോ. ആമേൻ. ആ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട് മകളെ. നീ എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടോ, നീ എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടോ, നിന്റെ തല നീ ആമേൻ എവിടെയെല്ലാം കുനിച്ചുവോ അവിടെയെല്ലാം എന്റെ യേശുവപ്പ നിന്നെ സഹായിക്കും. എന്റെ യേശുവപ്പ നിന്റെ തലയെ ഉയർത്ത്. ആമേൻ ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ ആമേൻ നീ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് പല ചോദ്യങ്ങൾ നീ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ആ ചോദ്യത്തിന്റെ മറുപടികൾ ആമേൻ വരും ദിവസങ്ങളിൽ, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകാൻ പോകുകയാണ്. ശബാന ഹസ്തര ജഗൽക്കമന ഘടകരഹസ്യ. ആമേൻ. പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, പ്രതികൂലം കടന്നു വന്നപ്പോൾ, അപ്പാ എനിക്ക് ആരുമില്ല, ഞാൻ അനുഭവിക്കുന്ന വേദന ഞാൻ ആരോട് പറയും? ആമേൻ. ഞാൻ ആരോട് ഇത് പറഞ്ഞു തീർക്കും? കർത്താവേ, എനിക്കിത് ആരോട് പറയാൻ കഴിയത്തില്ലല്ലോ. ഞാൻ അനുഭവിക്കുന്ന ഈ തീച്ചൂള എനിക്ക് എന്തിനായിരുന്നു കർത്താവേ എന്ന് പലപ്പോഴും നീ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് ചോദിച്ചു. പലപ്പോഴും നിനക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ നിന്റെ ആ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാ. നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാ മകളെ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്തെ ഏറ്റ വേദനകൾ ആമേൻ മനുഷ്യരുടെ നോട്ടങ്ങൾ നിമിത്തം നിന്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട്. ചിലരുടെ വാക്കുകൾ നിമിത്തം നിന്റെ ഹൃദയം വേദനപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് അതിനെ ഉണക്കുകയാ. കർത്താവേ, പ്രിയ മകളെ ദൈവമേ, ഇന്ന് രാത്രി ഞാൻ അഭിഷേകം ചെയ്ത് തന്റെ മകളെ പുറത്തെടുക്കുന്നു. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മകളെ ഇപ്പോൾ തൊടട്ടെ. ആ ശക്തി ഇപ്പോൾ തന്റെ മകളെ തൊടട്ടെ. ഇപ്പോൾ ആ സാന്നിധ്യം ഈ മകളെ അവിടുന്ന് തൊടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉടവല ഘടകരഗതുര ബലവര ശമ്പല ബലവര. നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ മേൽ തീയുണ്ട്. ആ പിശാചിന് നിന്റെ മേൽ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം നീ ഏറ്റെടുത്ത് വിശ്വസിച്ച് ആരാധിച്ചു പുറത്തു വാ. ശക്തിയോട് അന്യഭാഷ പറഞ്ഞ് ഇതിലിരിക്കുന്ന എല്ലാവരും അന്യഭാഷയിലൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആ കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാ.
കർത്താവേ സ്തോത്രം സ്തോത്രം. റിഖമന ശിഖലമന ദീപാരാമ ശംഭരാജലാഭ റിഖമാന ഹാലലിയ. നീ പറയുന്നു ആമേൻ, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും നീ കേൾക്കുന്നില്ലയോ, നീ കേൾക്കുന്നില്ലയോ അപ്പാ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും നീ മറുപടി അയക്കുന്നില്ലല്ലോ, എന്റെ പ്രാർത്ഥന കേട്ടിട്ട് നീ ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ എന്നൊക്കെ നീ ദൈവസന്നിധിയിൽ കേട്ടതിന്റെ മറുപടി ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. ഇരട്ടി നന്മ, ഇരട്ടി നന്മ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് രാത്രികാലം നിന്റെ കരങ്ങളിൽ തരികയാകുന്നേ. ആമേൻ, നീ ഭാരപ്പെടണ്ട. ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ മങ്ങിപ്പോയ ചില കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില കൃപാവരങ്ങൾ, പ്രാർത്ഥനയുടെ തീ ഇന്ന് രാത്രികാലം നിന്നെ തൊടുകയാ. പ്രാർത്ഥനയുടെ തീ നിന്നെ തൊടുകയാ. പ്രാർത്ഥനയുടെ തീ ഇന്ന് രാത്രികാലം നിന്നെ തൊടുകയാ. പ്രാപിച്ചോ, പ്രാപിച്ചോ. ഇന്ന് രാത്രികാലം ആ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് രാത്രി ചിലരെ തൊടുകയാണ്. പ്രാപിച്ചെടുത്തോ, പ്രാപിച്ചെടുത്തോ. അന്യഭാഷയുടെ തലങ്ങൾ തുറക്കപ്പെടുന്നു, അന്യഭാഷയുടെ തലങ്ങൾ തുറക്കപ്പെടുന്നു. ചൂടകൽ അപ്പാ, ഇന്ന് രാത്രി കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് കർത്താവേ സ്തോത്രം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവിന്റെ കൃപകളെ അവിടെ പകർന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയപ്പാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നല്ല ഫലങ്ങൾ കായ്പാൻ കർത്താവെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ആമേൻ കർത്താവേ ഹാലലുയ, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള രീതിയിൽ ജീവിച്ച് ഞങ്ങൾ കർത്താവെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് കരുണ കാണിച്ചതിനായി നന്ദിയപ്പച്ച. കർത്താവ് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ലിസ സിസ്റ്റമേ, ദൈവത്തിന്റെ കൃപ കൊടുക്കണമേ, ദൈവത്തിന്റെ സാന്നിധ്യം കൊടുക്കണം. തന്റെ മകൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ കർത്താവെ നല്ലൊരു ജോലി തന്റെ മകൾക്ക് ലഭിക്കാനിടയായി തീരട്ടെ. തന്റെ മകൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന പ്രകാരം ആ ജോലി തന്റെ മകളുടെ കരങ്ങളിൽ അത് അത്ഭുതകരമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ഗ്രേസി ആന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ മകൾ ആരോടും പറയാതെ ഹൃദയത്തിനകത്ത് നേറുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ഒറ്റപ്പെടലുകളും കർത്താവ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് മായ്ച്ചു കളയണം. കർത്താവേ, എലിസബത്ത് ആന്റിക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ തന്റെ മകളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ കർത്താവെ ഒന്നുകൂടെ തന്റെ മകളെ പുറത്തെടുക്കുവാൻ കർത്താവ് നീ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോയ്സ് ആമേൻ സിസ്നായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ മകളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിനായി, തന്റെ മകളെ തൊട്ടതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ മഹത്വം തന്റെ മകളുടെ മേൽ ഇറങ്ങട്ടെ. കർത്താവെ, തന്റെ മകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്റെ മേലും മറുപടികൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളിൽ കൊടുക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇത്രയും സമയം അപ്പന്റെ സന്നിധിയിൽ കർത്താവ് അടിയങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദി. അടിയങ്ങളെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം കർത്താവെ ഒറ്റപ്പെട്ടവരുടെ മുമ്പിൽ, തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, കർത്താവെ അപമാനിച്ച് കർത്താവെ ഞങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് പോലും അറിയാതെ ഞങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിലെല്ലാം എന്റെ ദൈവം ഞങ്ങളെ മാനിച്ചുയർത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കർത്താവെ, നിന്റെ കൃപ കൂടെ ഇരിക്കണം, സഹായിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങിയതിനായി സ്തോത്രം. സകലതും അപ്പാടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സകല മാനവമഹത്വം എടുക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രാത്രികാലം എന്നെ ശ്രമിച്ച എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയില് ആമേൻ ആയിരിക്കാൻ ഇടയായി തീരട്ടെ. ആമേൻ. ഒറ്റപ്പെട്ടാലും തള്ളിക്കളഞ്ഞാലും ആമേൻ ഹല്ലേലൂയ, പലർക്കും നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം തിരിച്ചറിയാൻ കഴിയാത്ത ആ മേഖലകൾ ഉണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. ഭാരപ്പെടണ്ട, ആമേൻ, പ്രയാസപ്പെടണ്ട. ചില നിന്ദകളും ചില പരിഹാസങ്ങളും ചില ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് എന്റെ കർത്താവിന് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഭാരപ്പെടണ്ട. ആമേൻ, സ്തോത്രം. അപ്പനും അമ്മയും നമ്മളെ ഉപേക്ഷിച്ചാലും ആമേൻ എന്റെ ദൈവം നമ്മളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ പലതിനെയും ആശ്രയിച്ചു, പലതിനെയും നമ്മൾ ഹല്ലേലൂയ നമ്മുടെ മക്കളാകട്ടെ, ആമേൻ, നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെ എല്ലാവരെയും നമ്മൾ ആശ്രയിക്കും. പക്ഷെ അവരെക്കാൾ വലുത് എന്റെ ദൈവമാണ്.
ആമേൻ. ആമേൻ. പലപ്പോഴും സ്തോത്രം, സ്തോത്രം, സഹായിക്കാമെന്ന് സ്തോത്രം. പറഞ്ഞവർ നമ്മളെ കൂടെയുണ്ട്. ഉം. ആമേൻ. ആമേൻ. പലപ്പോഴും ആമേൻ അവർ പല രീതിയിൽ നമ്മളെ സഹായിക്കാതെ വണ്ണം, അവർ പറഞ്ഞ വാക്ക് പാലിക്കാതെ വണ്ണം മാറിപ്പോകുമ്പോൾ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം. സ്തോത്രം, എത്ര സ്തോത്രം, പേർ സ്തോത്രം, ബലപ്പെട്ടു, സ്തോത്രം, സ്തോത്രം. എത്ര ആമേൻ. പേർ ബലപ്പെട്ടു, ഹല്ലേലൂയ. എത്ര ആമേൻ. പേരോട് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം, സ്തോത്രം, സംസാരിച്ചു. സ്തോത്രം, 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 ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ടബാരകജാ സന്തോഷമുണ്ട്. റബനന്തൂരികം ഞാനും ശാലകം ശൈലം ഹല്ലേലൂയ കുമാരം ഞാൻ എന്റെ ബൗലം ഒരു സാക്ഷ്യം ബൗലജാലം. പറയട്ടെ. ആമേൻ സ്തോത്രം. വലിയൊരു പ്രതിസന്ധിയെ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുമ്പോൾ ആമേൻ ചിരിച്ച മുഖമാണ്. പക്ഷേ ആമേൻ ഉള്ളിനകം കത്തുന്നത് ദൈവത്തിനും എനിക്കും മാത്രമേ അറിയാവൂ. ആമേൻ സ്തോത്രം. ഞങ്ങൾ ചില നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങള് വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എന്റെ വിഷയം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങൾക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. പക്ഷേ കർത്താവ് ഞങ്ങളെ അയക്കാൻ ആഗ്രഹിക്കുന്ന തമിഴ്നാടാണ്. ആമേൻ. തമിഴ്നാട്ടിലാണ് ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ. പക്ഷെ ആമേൻ തമിഴ്നാട് പറഞ്ഞുവെങ്കിലും ഏത് സ്ഥലം എന്ന് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തെളിഞ്ഞിട്ടില്ല. ആമേൻ. ആ യഥാർത്ഥമായ സ്ഥലം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. പാസ്റ്റർ ഫാസ്റ്റിങ്ങോടെ ഇരിക്കുന്നു. ഞാൻ ഫാസ്റ്റിംഗ് അല്ല. പക്ഷെ എങ്കിലും കിട്ടുന്ന സമയം ദൈവസന്നിധിയിൽ വന്ന് ദേവദാസന്റെ കൂടെ ഇരുന്ന് കൈത്താങ്ങായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക ശക്തമായി. നിങ്ങളുടെ പ്രാർത്ഥന ലൈഫിൽ ഞങ്ങളെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവ് ഇവിടെ നിന്ന് പോകാൻ, ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് വചനം തന്നു. 3 വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവ് ഞങ്ങൾ എവിടെ പോയി പാർക്കണം, ഏത് സ്ഥലത്താണ് ഞങ്ങൾ അപ്പന്റെ വേല ചെയ്യേണ്ടത്. തമിഴ്നാടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. പക്ഷെ തമിഴ്നാട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒത്തിരി സ്ഥലങ്ങള് തേനി, കമ്പം, മധുര, രാജപാളയം, ഇവിടെ എല്ലാം ഞങ്ങൾ മിനിസ്ട്രിക്ക് പോയിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ഒറ്റപ്പെട്ടവരുടെയും ആമേൻ ഒറ്റപ്പെടുത്തിയവരുടെയും ആമേൻ നിന്ദിക്കപ്പെട്ടവരുടെയും മുമ്പിൽ തല കുനിപ്പിക്കാതെ വണ്ണം ദൈവം നമ്മളെല്ലാവരെയും മാനിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഇരിക്കട്ടെ. ആമേൻ. താങ്ക് യു ദിവ്യ സിസ്റ്ററെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവത്തിന്റെ സന്നയിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നയിൽ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല